വയനാടിന്റെ പുനരധിവാസത്തിന് സാധ്യമായതെല്ലാം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. ദുരന്തമുണ്ടായ ആ സമയം മുതൽ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമുക്കൊപ്പം ഉള്ളത് ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിജീവനം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ്? വയനാട്ടിൽ ഞാനിതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് വരുന്നത്. ഇവിടെ ഇന്ന് ശ്മശാനം സന്ദർശിച്ചപ്പോൾ വളരെ അഭിമാനം തോന്നി. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ 59ഓളം ശവസംസ്കാരം ഇവിടെ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ആവേശം ആ സേവാഭാരതിക്ക് ഉള്ള ഓഫീസ് സൗകര്യമൊക്കെ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ CSI ചർച്ചാണ്. ആ ക്രൈസ്തവ പുരോഹിതനെയും കുടുംബത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയാണ്. ഇവിടെ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്മശാനത്തിൽ ഇതിനകം 59ഓളം ശവസംസ്കാരം വളരെ വേദനയോടുകൂടി നടത്തി. അതിൽ സേവാഭാരതിയുടെ സ്റ്റേറ്റിൻ്റെ പല ഭാഗത്തുള്ള പ്രവർത്തകർ ഇവിടെ വളണ്ടിയർമാരായി എത്തിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വന്നപ്പോൾ ജനങ്ങളുടെ ഒരു ക്യാമ്പിലൊക്കെ ഞാൻ സന്ദർശിച്ചപ്പോൾ അവർ പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഈ ദേശീയ ദുരന്തം എന്ന് പറയുന്നത് ഒരു പഴയൊരു ടേമാണ്. പണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ സ്റ്റേറ്റിനും ഇന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ഭാരതത്തിൻ്റെ മൊത്തം ദുരന്തമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് 3 സൈന്യത്തെ അയക്കുകയാണ്. അത് വ്യോമസേനയുടെയും നാവികസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും പ്രവർത്തനം നമ്മൾ കണ്ടു. അവർ ഹെലികോപ്റ്ററായിട്ടും ബെയിലി പാലായിട്ടുമൊക്കെ വളരെ നേരം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ വയനാടിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞത് വയനാടിൻ്റെ അല്ല, കേരളത്തിൻ്റെ അല്ല, ഈ ഭാരതത്തിൻ്റെ വേദനയാണ്, ദുഃഖമാണ്. ഇത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി 2 മന്ത്രിമാരെയും ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ വയനാട്ടുകാരോട് പറയാനുള്ളത്, യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല. ഇത് ഇന്ത്യ കണ്ടിട്ടുള്ള വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ഈ പുനരധിവാസം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുനരധിവാസ പ്രവർത്തനമായി കേന്ദ്ര ഗവൺമെൻറ് ആളും അർത്ഥവും സാമ്പത്തികവും നൽകിക്കൊണ്ട് നടത്തും എന്ന കാര്യത്തിൽ വയനാട്ടുകാർക്ക് യാതൊരു ആശങ്കയും വേണ്ടതില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. പക്ഷെ നമ്മളാണ് ഇനി ആലോചിക്കേണ്ടത്. വട്ടമേശയ്ക്ക് ചുറ്റിരുന്ന് എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന് എങ്ങനെ ശാസ്ത്രീയമായി ഇവരെ പുനരധിവസിപ്പിക്കാം എന്നുള്ളതാണ്, ഇവർക്ക് ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ആശയങ്ങൾ, പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. അതിൽ എല്ലാ ആളുകളും ഈ സേവന പ്രവർത്തനത്തിൽ നമ്മൾ ഒന്നിച്ച് നിന്നതുപോലെ ആ പ്രൊജക്റ്റ് നിർമ്മാണത്തിലും നമ്മൾ ഒന്നിച്ച്, അതിൽ മാധ്യമങ്ങൾക്കൊക്കെ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ള ഒരു പദ്ധതി വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് പിന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വയനാട്ടുകാരുടെ മുമ്പിൽ പറയാനുള്ളത്. തീർച്ചയായും അതുതന്നെയാണ്. ഈ അതിജീവനം ചർച്ചയാവുമ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാവും വരും മാസങ്ങളിലും വരും ദിവസങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകുകയും ചെയ്ത അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്.